ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നൊരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഓൾ സ്റ്റാർസ് ടീമും ഒപ്പം തന്നെ ബ്രസീലിയൻ ലെജൻസും തമ്മിലുള്ള മത്സരമാണ്. റൊണാൾഡീഞ്ഞോ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന മത്സരം. അതിൽ നമ്മുടെ ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ടീമിൽ ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും വിജയേട്ടനുണ്ട്. വിജയേട്ടനിൽ നിന്ന് തുടങ്ങാം. ഏട്ടാ, നമ്മളൊക്കെ സ്വപ്നം കാണുന്നൊരു മത്സരമാണ്. ഇപ്പോൾ ബ്രസീൽ അർജൻറ്റീന ടീമുകളൊക്കെ ആകുമ്പോൾ ഇന്ത്യയോടൊപ്പം കളിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ ടീമിന് അതിനെപ്പോഴും കഴിയാറില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓൾ സ്റ്റാർസ് ടീം കളത്തിലിറങ്ങുകയാണ്. അവസാനം വരെ കട്ടയ്ക്ക് നിൽക്കുമല്ലോ അല്ലേ? തീർച്ചയായും. അല്ല, അവരുടെ കൂടെ അവരെ അഗൻസ്റ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കളി ജയിക്കുക തോൽക്കുന്നതിന് ആയിക്കോട്ടെ, പക്ഷെ അവരുടെ കൂടെ അവരുടെ ഒരു ഗ്രൗണ്ടിൽ അവരുടെ കൂടെ കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ഫുട്ബോളേഴ്സാണ്, പ്രത്യേകിച്ച് ബ്രസീൽ ലെജൻസാണ്, വിൻ ചെയ്ത ടീമാണ്. അപ്പോൾ അവരുടെ കൂടെ കളിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലാണ് അല്ലേ, അടിപൊളിയാണ്. ഇതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ? കുറേ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നോ? എവിടെ ഇന്ന് കാലത്ത് എത്തിയിട്ടുള്ളൂ? കാലത്തല്ല, ഉച്ചയ്ക്ക്. ഇനി തിരിച്ച് എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചിൽ മാത്രമാണ് ഇവർ ശരിക്കും പറഞ്ഞത് ഫോക്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ഇവിടെ ഫുട്ബോൾ സബ്മിറ്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു എക്സിബിഷൻ മാച്ച് പോലെ വെച്ചതാണ്. അതിൻ്റെ അകത്ത് ബ്രസീൽ ലെജൻസും അതുപോലെ തന്നെ ഓൾ സ്റ്റാർ ഇന്ത്യൻ ടീമും തമ്മിൽ. അപ്പോൾ അതിൽ പെട്ടിരിക്കുന്ന 3 പേര് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. എന്താ പെട്ടിരിക്കുന്നു പെട്ടതാണ്. എന്താ വെച്ചാൽ നമ്മുടെ മലയാളികൾ നല്ല ലെജൻസ്. ഇപ്പോൾ ജോപ്പോള് ഇവരൊക്കെ വിളിക്കായിരുന്നു, ജോപ്പോൾ അഞ്ചേരി ഉണ്ട്, അവരൊക്കെ വിളിക്കായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾക്ക് തന്നെ അത് ഇന്നാണ് വന്നത്. എന്നിട്ട് ഇന്ന് തന്നെ കളിക്കും വേണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം 2002 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയ ടീമിൻ്റെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കൂടെ ഓരോ സ്റ്റേഡിയത്തിൽ ഒരേ ഗ്രൗണ്ടിൽ പന്ത് കിട്ടുക എന്നുള്ളൊരു ഏതൊരു ഫുട്ബോളിനെ സംബന്ധിച്ചും ഫുട്ബോളറെ സംബന്ധിച്ചും സ്വപ്നമാണ്. അത് ഒന്ന് നിറവേറാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇന്ന് കളിക്കാനായിട്ട് കൂടി എത്തിയത്. വിജയേട്ടന് ബ്രസീൽ ലെജൻസിനോട് കളിക്കാനാണോ അർജന്റീന ലെജൻസിനോട് കളിക്കാനാണോ ഇഷ്ടം? അർജന്റീന ലെജൻസിന്റെ പേര് വിജയേട്ടന് അറിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവർ ശരിക്കും ബ്രസീൽ ലെജൻസ് അല്ല, വേൾഡ് ലെജൻസ് ആണ്. കാരണം വേൾഡ് കപ്പ് ജയിച്ചവരാണ്. അപ്പോൾ അവരെ കൂടെ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റാൻ തന്നെ ചിലപ്പോൾ അവരുടെ കൂടെ ജേഴ്സി ഇട്ടിട്ട് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇതൊരു ചാൻസും കൂടി ദൈവം തന്നു. എന്തായാലും രാവിലെ വന്നു, ഇന്ന് വൈകിട്ട് കളിക്കും. കളി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഗ്രൗണ്ടിലുണ്ടാവും. ഏട്ടാ, അവസാനമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമോ നമ്മുടെ ഛേത്രിയൊക്കെ പിന്നെയും കംബാക്ക് ചെയ്യുകയാണ്. നമ്മുടെ ടീമിനെ എങ്ങനെ നമുക്കൊന്ന് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നു, ഇന്ത്യൻ ടീമിനെ സമീപകാലത്ത് ഒരു പ്രകടനമൊക്കെ? ഇല്ല, ഇപ്പോൾ ഛത്രി വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് സ്കോറാണ്. ISL റിട്ടയർഡ് ചെയ്തിട്ട് ഇന്ത്യയിലെ ടോപ്പ് സ്കോറാണ്. അപ്പോൾ എന്തായാലും അവനെ ടീമിൽ തിരിച്ചു വിളിച്ചു. ഫസ്റ്റ് കളിക്ക് ഗോളടിച്ചു. പിന്നെ കളി ബംഗ്ലാദേശായിട്ടായിരുന്നു. ഗോളടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടീം കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്. ഇപ്പോൾ നോക്കണം എന്തായാലും. ഇപ്പം അവർ നമുക്കുള്ള വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയേഴ്സ് ഇത് കണ്ടുപഠിക്കണം. കാരണം സുനിൽ ഛത്രി എന്ന് പറഞ്ഞ ആൾ റിട്ടയർഡ് ആയിട്ട് പിന്നെയും വന്ന് വിളിച്ച് കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജൂനിയേഴ്സിനാണ് ഭയങ്കര ഷെയിം. അവർ മര്യാദയ്ക്ക് കളിക്കാത്ത കാരണമല്ലേ ഇവരെ വിളിച്ച് വീണ്ടും തിരിച്ച് വിളിക്കേണ്ടി വന്നാൽ. സുനിൽ ഗ്രേറ്റ് പ്ലെയർ, എല്ലാവർക്കും അറിയണതാണ്. പക്ഷേ ഇനി എന്താ വെച്ചാൽ ഇവർ ISL കളിക്കുമ്പോൾ ഭയങ്കര കളിയാണ്. അപ്പോൾ നമ്മൾ ടീമിൽ വിളിക്കുമ്പോൾ, ഇന്ത്യൻ ടീമിൽ എടുക്കുമ്പോഴാണ് അവർ മോശമായിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമുക്ക് ഇന്ത്യയിലുള്ള പ്ലേയേഴ്സിനെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പുറത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇൻഷാല്ലാ നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഈദ് മുബാറക്ക്. അപ്പോൾ ഏട്ടാ, നമുക്ക് ഈദ് മുബാറക്ക് കൂടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വലിയൊരു പോരാട്ടത്തിനാണ് നമ്മുടെ ചെന്നൈയിൽ കളമൊരുങ്ങുന്നത്. അതിൽ ഇന്ത്യൻ ടീമിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.